കെ ശൈലജ വടകരയിൽ വിയർത്ത് തോൽക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. കെ ശൈലജ ടി ചന്ദ്രശേഖരനൊപ്പമാണോ അതോ കൊലയാളികൾക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് പ്രവീൺകുമാർ പറഞ്ഞു. പാർട്ടി അവഗണിച്ചവരെ ജനങ്ങളുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണെന്നും രാഘവനെ നേരിടാൻ പറ്റിയ സ്ഥാനാർത്ഥിയല്ല എളമരം കരീമെന്നും കെ പ്രവീൺകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ചേരുന്നു. CPM കോഴിക്കോട്ടെ രണ്ട് സ്ഥാനാർത്ഥികളും കോഴിക്കോട് എളമരം കരീം, വടകരയിൽ കെ ശൈലജ, രണ്ട് മുതിർന്ന നേതാക്കളെ, മുൻ മന്ത്രിമാരാണ്, മുൻപരിചയമുള്ള പരിചയസമ്പന്നരായ രണ്ട് നേതാക്കളെയാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് അവരെ നേരിടാൻ വേണ്ടി പോകുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി പല പദവിയിൽ നിന്നും അവഗണിച്ച ആളുകളെ ജനങ്ങളുടെ പരിഗണനയ്ക്കായി വിട്ടിരിക്കുകയാണ്. ഇപ്പം MLA സ്ഥാനത്ത് നിന്ന് അവഗണിച്ച ആളാണ് എളമരം കരീം, മന്ത്രിസ്ഥാനത്ത് പരിഗണിക്കാതിരുന്ന ആളാണ് ശൈലജ ടീച്ചർ. അവരെ ജനങ്ങളെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. ശൈലജ ടീച്ചറല്ല, കരീമല്ല, ആര് വന്നാലും കോഴിക്കോട് വടകര സീറ്റിൽ LDF ജയിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, എന്താ ജനങ്ങളോട് പറയുക? എളമരം കരീം കോഴിക്കോട് നിന്നുള്ള വ്യവസായ മന്ത്രിയായിരുന്നു. എന്ത് വ്യവസായം കോഴിക്കോട് കൊണ്ടുവന്നത്? ഏത് വ്യവസായമാണ് പൂട്ടിക്കെടുത്ത് തുറന്നത്? രാഘവൻ്റെ ഭൂരിപക്ഷം 1,00,000 കഴിയും. 1,00,000 കുറയാത്ത വോട്ടർ ശ്രീ MK രാഘവനോട് ചോദിക്കും. കരീമൊന്നും രാഘവന് നേടാൻ പറ്റിയ സ്ഥാനാർത്ഥിയല്ല. ജനമനസ്സുകൾ ജീവികളാണ് MK രാഘവൻ. ശൈലജ ടീച്ചർ കോവിഡ് മഹാമാരി കാലത്ത് 1300 കോടി രൂപയുടെ അഴിമതിയാണ് കിട്ടത്. അതിന് ആദ്യം മറുപടി പറയട്ടെ, എന്നിട്ട് വേണം ഞങ്ങളെ സമീപിക്കാൻ. ടീച്ചർ എന്നൊക്കെ പേരൊക്കെ ഉണ്ട്. പക്ഷേ 1300 കോടി രൂപയുടെ അഴിമതി പറയുന്നത് പ്രതിപക്ഷമോ കോൺഗ്രസോ ലീഗോ അല്ല. അതിന് മറുപടി ടീച്ചർ ആദ്യം. രണ്ടാമത്, ഞാൻ എടുത്തു പറയുന്നു, ടീച്ചർ CPM-ഉമായും RSS-ഉമായും രഹസ്യ ബാന്ധവമുള്ള CPM നേതാവാണ്. അവരുടെ സ്ഥാനാർത്ഥിത്വം CPM RSS ബാന്ധവത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. കാരണം അതിന് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമുണ്ടായപ്പോൾ അവരുടെ പ്രസ്താവന വരെ അത് കൂട്ടി വായിക്കണം. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിധി വന്ന സാഹചര്യമാണ്. ആ TP ചന്ദ്രശേഖരൻ്റെ വധം നടന്ന മണ്ണിലേക്കാണ് ടീച്ചർ വരുന്നത്. TPയുടെ ഒപ്പമാണോ TP കൊന്നവരോടൊപ്പമാണോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് ഉത്തരം ടീച്ചർ ആദ്യം പറയട്ടെ. ടീച്ചർ അമ്മയാണെങ്കിൽ, മഹാമനസ്കയാണെങ്കിൽ, അതിദാരുണമായ കൊല ചെയ്യപ്പെട്ട TP ചന്ദ്രശേഖരനൊപ്പമാണോ ടീച്ചർ? അതല്ല കൊല ചെയ്യപ്പെട്ടവർക്കൊപ്പമാണോ? അതിന് ടീച്ചർ ഉത്തരം പറയട്ടെ. ടീച്ചറെ കാത്തിരിക്കുന്നത് ദയനീയമായ പരാജയമാണ്. ചരിത്രത്തിൽ CP നടന്ന പരാജയമാണ് ശൈലജ ടീച്ചർക്ക് നടക്കുന്നത്. ടീച്ചർ വേർക്കും, തോൽവി മാത്രമല്ല വേർത്തുകൊണ്ട് ടീച്ചർ തോൽക്കാൻ പോകുന്നത്. സാധാ തോൽവിയല്ല, വേർത്ത് കുളിച്ചുകൊണ്ടാണ് ശൈലജ ടീച്ചർ വളരെ തോൽക്കാൻ പോകുന്നത്. കോൺഗ്രസ് ഏതായാലും വലിയ കോൺഫിഡൻസിലാണ്. പക്ഷേ CPM മുതിർന്ന നേതാക്കളെ ഇറക്കിയാണ് സിറ്റിംഗ് MP മാരെ നേരിടാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ കോഴിക്കോട്.